എറണാകുളം പാരിയത്തുകാവ് പട്ടികജാതി ഉന്നതിയിൽ കുടിയൊഴിപ്പിക്കൽ നടപടികൾ നിർത്തിവെക്കാൻ നിർദ്ദേശം നൽകിയ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. നാട്ടുകാരുടെ കടുത്ത പ്രതിഷേധത്തെ തുടർന്നാണ് ഈ തീരുമാനം. പ്രദേശത്ത് പോലീസിന്റെ കുടിയൊഴിപ്പിക്കൽ നടപടികൾ ആരംഭിച്ചതിനെ തുടർന്ന് നാട്ടുകാർ ശരീരത്തിൽ പെട്രോൾ ഒഴിച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചിരുന്നു. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചാണ് സമരക്കാരെ ഉത്തരവാണ് വലുത്. അത് നടപ്പാക്കാനാണ് എന്റെ ജോലി. അതിന് ഞാൻ പോലീസിന്റെ സഹായം കോടതി തന്നിട്ടുണ്ട്. അത് നടപ്പാക്കും. 14 തവണയല്ല, എല്ലാ പ്രാവശ്യവും ഇത് തന്നെയുണ്ട്. തടസ്സം ചെയ്താൽ നിയമത്തിന്റെ വഴിക്കാ പോകുന്നത്. നിയമത്തിന്റെ വഴിക്ക് മാത്രമേ പോയിട്ടുള്ളൂ. ആരെ ഒരു പ്രാവശ്യം ബലം ചോദിച്ചിട്ടില്ല. 14 പ്രാവശ്യം ഞങ്ങൾ 4 വയസ്സ് സ്ത്രീകളെ പുരുഷ ഉദ്യോഗസ്ഥരെ വലിച്ചിടിച്ചതാണ് പറയുന്നത്. നടപടികൾ നിർത്തിവെക്കാൻ കടുത്ത പ്രതിഷേധമാണ് സ്ഥലത്തുണ്ടായത്. തുടർന്നാണ് നടപടികൾ നിർത്തിവെക്കാൻ ആഭ്യന്തരമന്ത്രിയുടെ നിർദ്ദേശം. ഇത് ഒരു വട്ടമല്ല, പലവട്ടമായി അവിടെ ഒഴിപ്പിക്കൽ നടപടികൾക്ക് അഭിഭാഷക കമ്മീഷൻ എത്തുകയും നടപടികൾക്ക് ശ്രമിക്കും. പക്ഷേ എപ്പോഴും പോലീസ് സഹായം ഉണ്ടെങ്കിൽ കൂടിയും കടുത്ത പ്രതിഷേധമാണ്. പ്രൊട്ടക്ഷൻ അവർ പിൻവാങ്ങുകയാണ്. അവർ പ്രൊട്ടക്ഷൻ ഇല്ലാണ്ട് ഞങ്ങൾക്ക് അകത്ത് കയറാൻ പറ്റില്ല. അതുകൊണ്ട് ഇന്ന പകുതി കുറച്ച് ജോലി ചെയ്തു. ആ ജോലി പൂർത്തീകരിച്ച് ഞങ്ങൾ തിരിച്ചു മടങ്ങുകയാണ് കോടതി. തീർച്ചയായിട്ടും പൂർത്തിയാക്കിയില്ല. ഭാഗികമായിട്ട് നിലവിലുള്ള കാര്യങ്ങൾ കോടതി റിപ്പോർട്ട് ചെയ്യും. ഒരിക്കലും എനിക്ക് താല്പര്യമില്ല. വേറൊന്നും പറയാനില്ല. ഇത് ഭാഗികമായിട്ട് തുടങ്ങി വെച്ചു, അത്രയും സന്തോഷം. ബാക്കി ഭാഗം സാധിച്ചിരുന്നില്ല. ഞങ്ങൾ കുറെ വർക്ക് ചെയ്തിരുന്നു. പിന്നെ അവർ തടസ്സം ചെയ്തു. കോടതി ഉത്തരവ് നടപ്പാക്കും. അതിന് ആരൊക്കെ ആണെങ്കിൽ ശരി, കോടതിയുടെ മുമ്പിൽ എല്ലാവരും തുല്യരാണ്. പോലീസിന്റെ ഭാഗത്തുനിന്നല്ല, അവിടെ വിധിക്കടക്കാരാ തടസ്സം ചെയ്യണേ. വിധിക്കടക്കാർ തടസ്സം ചെയ്താൽ പോലീസിനോട് മാറ്റാൻ പറഞ്ഞ ഉത്തരവുണ്ട്. അതാണ് അവർ ജോലി ചെയ്യുന്നത്. വേറൊന്നും ഞാൻ അവിടെ കണ്ട കാര്യങ്ങൾ എല്ലാം റിപ്പോർട്ട് ചെയ്യും. അല്ല, എന്റെ നിർദ്ദേശപ്രകാരമാണ് ഇവരൊക്കെ നീക്കം ചെയ്യുന്നത്. തെറ്റാണ്. അല്ല, തെറ്റാണ്. ഇല്ല. ആരംഭിച്ചിരുന്നു. വിധിക്കടക്കാരെ കുറച്ചുപേരെ മാറ്റി വിധി പട്ടിക വസ്തുവിൽ ഞാനും ആമീനും പ്രവേശിച്ചു. ഒരു ഷെഡ്, ചെറിയ 2 സ്ഥലങ്ങൾ, ഇതെല്ലാം പരിശോധിച്ചു. അവിടെ എന്തൊക്കെയാണുള്ളത് ഏറ്റെടുക്കൽ അതിന്റെ പ്രോസസ്സാണ് ഈ നടക്കുന്നത്. അതൊക്കെ തെറ്റാണ്. അതൊക്കെ തെറ്റാണ്. അതൊന്നും ആൻസർ ചെയ്യാനില്ല. പറയാം തെറ്റാണ്. അഭിഭാഷക കമ്മീഷന്റെ പ്രതികരണമാണ് കേട്ടത്. എന്തായാലും പലതവണയായി ഒഴിപ്പിക്കൽ നടപടികൾക്ക് അവിടെ എത്തുന്നു. കോടതിയുടെ സഹായത്തോടുകൂടി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ. പക്ഷേ കനത്ത പ്രതിഷേധം ഒടുവിൽ പിന്തിരിയുന്നു. ഇതാണ് സംഭവം. ഡാനി പോൾ ചേരുന്നുണ്ട്. ഡാനി, എന്തായാലും ഒഴിപ്പിക്കൽ നടപടികൾ നിർത്തിവെച്ചിരിക്കുകയാണ്. ആഭ്യന്തരമന്ത്രിയുടെ നിർദ്ദേശമുണ്ട്. എന്താണ് ഇന്ന് സ്ഥലത്ത് സംഭവിച്ചത്? ഇത് ആദ്യത്തെ സംഭവമല്ലോ, മുമ്പും പലപ്പോഴും ഒഴിപ്പിക്കാൻ ശ്രമിച്ചിരുന്നല്ലോ. സജിത്ത്, ഇതിപ്പോൾ 15ാം തവണയാണ് വരുന്നത്. നമുക്ക് ആ പ്രദേശത്തേക്ക് അത് പോകാം. 15ാം തവണയാണ് ഈ അഭിഭാഷക കമ്മീഷൻ വരുന്നത്. 15ാം തവണ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഭരണം മാറി എന്നതിന്റെ ആദ്യ ദിവസം തന്നെയാണ്, ഈ ആദ്യത്തെ നാളുകളിൽ തന്നെയാണ് അടുത്ത സിറ്റിംഗിന് വേണ്ടി ഇവർ വരുന്നത്. ആ ദിവസം തന്നെ കടുത്ത നടപടികൾ നേരിടേണ്ടി വന്നിരിക്കുന്നു എന്നതാണ്. ഇതിൽ പോലീസിന്റേതടക്കം പോലീസിലേക്ക് നിർദ്ദേശം നൽകിയതെല്ലാം തന്നെ താനാണ്. ആ ഉത്തരവാദിത്തമെല്ലാം അഭിഭാഷക കമ്മീഷൻ ഏറ്റെടുക്കുന്നു എന്ന് പറയുമ്പോൾ പോലും നമ്മളിപ്പോൾ കാണുന്നത്
കാണുന്നത് ഈ സ്ഥലത്ത് ഓരോ സമരപ്പന്തലടക്കമുള്ള കാര്യങ്ങളുണ്ടായിരുന്നു. അതിലേക്ക് ജലപീരങ്കി അടക്കം പ്രയോഗിച്ചു. നമ്മൾ സാധാരണഗതിയിൽ നമ്മൾ കാണുന്നത് ഈ മാർച്ചിലും പ്രതിഷേധ പ്രകടനങ്ങളുമായിരുന്നെങ്കിൽ ഇവിടെ കുത്തിയിരുന്നവരെല്ലാവരും തന്നെയും ഒരു പ്രായമായ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ളവരായിരുന്നു. അവർക്കടക്കമെതിരെയായിരുന്നു ഈ രീതിയിലുള്ള ജലപീരങ്കി പ്രയോഗമടക്കം ഉണ്ടായിരുന്നത്. അവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയാതെ പലരും തന്നെ വീഴുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ കാണുന്നത്, ഈ കരയുന്നതും എല്ലാം തന്നെ അവരാണ്, പ്രായമുള്ള അമ്മമാരാണ്. ഈ രീതിയിൽ അവർക്ക് മക്കൾക്കൊക്കെ തല്ലുകൊണ്ടിരിക്കുക. ഞങ്ങളുടെ പിള്ളേരൊക്കെ തല്ലുകൊണ്ട് അവിടെ ഇവിടെ നോലോളിക്കുക. അതിനൊക്കെ ആരെ കൊണ്ടുപോകണം? ഇനി ഞങ്ങള് എനിക്ക് വന്നിട്ടാണ് ഞങ്ങൾ പിള്ളേരെ കൊണ്ടുപോകാൻ. ഇത്രയും ക്രമക്കേട് കാണിക്കുന്നവര്. സജിത്ത്, അവർ പറയുന്നത് പോലെ തന്നെ ഒരു ക്രിമിനൽ സംഘത്തെ നേരിടുന്ന രീതിയിൽ തന്നെ പോലീസ് ഈ രീതിയിലേക്ക് ഇടപെട്ടു. പ്രായമുള്ള ഈ അമ്മമാരെയും അതോടൊപ്പം തന്നെ അവരുടെ കൂടെയുള്ള മക്കളെയും എല്ലാം തന്നെ ഇവിടെ വലിച്ചിഴക്കുന്ന രീതിയിലേക്കായിരുന്നു കാര്യങ്ങൾ ഉണ്ടായിരുന്നത്. ഒരു ഘട്ടത്തിൽ പോലും ഒരു ചർച്ചയുമില്ലാതെ തന്നെയാണ് ഇക്കാര്യങ്ങൾ മുന്നോട്ട് പോയതെന്ന് പറയുന്നു. തങ്ങൾ ഏതാണ്ട് 100 വർഷത്തോളമായി തങ്ങളുടെ തലമുറകളായി ഇവിടെ കഴിഞ്ഞു പോന്നിരുന്ന ഈ ഭൂമിയിലാണ് ഈ രീതിയിലേക്ക് ഇവർക്ക് ഈ ഇപ്പോൾ കുടിയൊഴിയേണ്ടി വരുന്ന ഒരു അവസ്ഥയിലേക്കെല്ലാം തന്നെ കാര്യങ്ങൾ പോകുന്നത്. തങ്ങൾക്ക് എന്ത് ചെയ്യണം, ഇനി ഇവിടുന്ന് ഒഴിഞ്ഞു പോയാൽ എന്ത് ചെയ്യണം, എവിടേക്ക് പോകണം എന്നത് പോലും അവർക്ക് അറിയില്ല എന്നതാണ് വസ്തുത. അവരെ വലിച്ചിഴച്ച, പോലീസ് അടക്കമിടുന്ന വലിച്ചിഴച്ച് മാറ്റുന്ന ദൃശ്യങ്ങളെല്ലാം തന്നെ നമ്മൾ കണ്ടതാണ്. വലിയ രീതിയിലേക്ക് പ്രതിഷേധങ്ങൾ ഉയർന്നിരുന്നു. ഇതാ ഒരു പക്ഷേ നാളെ മുതൽ വലിയ പ്രക്ഷോഭത്തിലേക്കെല്ലാം തന്നെ ഈ കാര്യങ്ങൾ മാറുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആ രീതിയിൽ തന്നെ ഈ മേഖലയിൽ ഇപ്പോൾ ആ രീതിയിൽ തന്നെയാണ് പ്രതിഷേധം ഉയരുകയും ചെയ്യുന്നത്. ഈ അമ്മമാര് അതോടൊപ്പം തന്നെ ആ ചെറിയ കുട്ടികളടക്കമുള്ളവരെല്ലാവരും തന്നെ ഇവിടെ ഉണ്ടായിരുന്നു. അവർക്കെതിരെയായിരുന്നു ഈ ഒരു നടപടികളെല്ലാം ഉണ്ടായിരുന്നത്. ഓരോ വീടുകളിലേക്കും കടന്നു ചെന്നുകൊണ്ട് അവരുടെ ഈ കമ്മീഷൻ അവർക്ക് അടയാളപ്പെടുത്തേണ്ട ഭൂമിയിലേക്കെല്ലാം തന്നെ കടന്നു ചെല്ലുകയും പ്രതിഷേധം വകവയ്ക്കാതെ മുന്നോട്ട് പോവുകയും എല്ലാം തന്നെ ചെയ്തു. ഇതിൽ ഭൂമിയിൽ ഏതൊക്കെ ഭൂമി എന്നത്, ഏതൊക്കെ വസ്തു എന്നത് അടയാളപ്പെടുത്തിയ ശേഷം ആദ്യ നടപടികൾ പൂർത്തീകരിച്ചു. ഭാഗികമായി തങ്ങളുടെ നടപടികൾ പൂർത്തീകരിച്ചു എന്നതാണ് അഭിഭാഷക കമ്മീഷൻ നേതൃത്വം നൽകുന്ന അഡ്വക്കേറ്റ് ജയപാലൻ പറഞ്ഞിരിക്കുന്നത്. അതിനുശേഷം തിരിച്ചു പോയിരിക്കുന്നു. ഈ പോലീസ് സന്നാഹങ്ങളടക്കം ഇവിടെ തുടർന്ന് പലരും തന്നെയും ആശുപത്രികളിലേക്ക് പലരെയും തന്നെയും കൊണ്ടുപോയിട്ടുണ്ട്. പലരെയും തന്നെയും ആശുപത്രികളിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരു സാഹചര്യം എന്ന് പറയുന്നത് നിലത്ത് വീണ് ഇഴയുന്ന രീതിയിലേക്കായിരുന്നു കാര്യങ്ങൾ ഉണ്ടായിരുന്നത്. അമ്മ ഇവിടെയാണോ? അതെ സാറേ, ഇവിടെ ഇട്ട് എന്നല്ല അതിക്ക് അടിച്ചതാണ് സാറത്. പിന്നെ കൊച്ചിന്റെ കൈയുടെ കൈക്ക് ഇതേ കൈയുടെ ഓരത്തിനിട്ട് അടിയേറ്റ് തലയ്ക്ക് മുഴച്ചിരിക്കുന്ന ഭാഗമാണ്. കൊച്ചിന്റെ കൈയുടെ ഇതേ ഓരത്തിനിട്ട് അടിച്ച് മോക്കടെ കാലിനിട്ട് ചവിട്ടി ആകെ നാശമായിട്ടിരിക്കുകയാണ്. ഞാൻ എന്ത് ചെയ്യും? ഞാനൊരാൾ നടന്നിട്ട് എന്റെ കുടുംബം കഴിഞ്ഞു പോണത്. ഹസ്ബൻഡ് ഇല്ല, ഹസ്ബൻഡ് മരിച്ചുപോയി. എനിക്ക് കൊച്ചുങ്ങളെ പഠിപ്പിക്കണ്ടേ? ഇവര് വഴി ഇറങ്ങി പോകാൻ പറഞ്ഞ് ഞങ്ങൾ എങ്ങോട്ട് ഇറങ്ങി പോകും സാറേ. വെള്ളാഴ്ച ഞാൻ വീണഞ്ഞിപ്പോ ഞാൻ മറ്റവരെ പിടിച്ചപ്പോ ഞാൻ അവരുടെ പുറത്തേക്ക് വീണ്. ഞാനടിച്ചപ്പോ എന്റെ കാൽമകർ ചവിട്ടിയതാ. ഈ കാലിങ്ങനെ ഇരിക്കണ കാൽമകർ ചവിട്ടിയതാ. ഇവിടെ ഭയങ്കര പോച്ചിലാ കാലിങ്ങനെ പോയി. കാലി ഔട്ടാൻ പാടാണ്ട് വന്നു.